പറഞ്ഞല്ലോ ടെൻഷനും ഇല്ല. നീ ചോദ്യം ചോദിക്കുന്നുണ്ട്, എനിക്ക് ടെൻഷൻ. പാലക്കാട്ടുകാരോട് പറഞ്ഞാൽ തീരാത്ത യാത്രയാണ്. കാരണം ഞാനൊരു തുടക്കക്കാരനാണല്ലോ. ഞാൻ ഭയങ്കര തുടക്കക്കാരനാണ്, ഞാൻ ഭയങ്കര ബിഗിനറാണ്. ഇപ്പം ഞാൻ വന്നിറങ്ങുമ്പം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞപ്പം ഇപ്പൊ വിശ്വട്ടൻ കൊല്ലം ജില്ലക്കാരനായാലും എന്റെ തൊട്ട് പഞ്ചായത്താണ്. അപ്പൊ നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ അപ്പം എന്നാ ഏജ് ഡിഫറൻസ് പറയല്ല, കുട്ടിക്കാലം തൊട്ടേ നമ്മളിങ്ങനെ വിശ്വട്ടന്റെ വളർച്ചയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര വിശ്വട്ടൻ KSU പ്രസിഡന്റ് ആവുന്നു, നിയമസഭാ സാമാജികനാവുന്നൊക്കെ പറയുമ്പോൾ നമുക്കുള്ളിലൊരു സന്തോഷമാണ്. അപ്പം അങ്ങനൊരു പദവിയിലേക്ക് ഒരാൾക്ക് എത്താൻ, എന്നെ പോലൊരു സാധാരണക്കാരൻ എത്താൻ പറ്റുമ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈകാരികത അതിനകത്തുണ്ട്. അത് പറഞ്ഞ് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പം എനിക്ക് പാലക്കാട് അവസരം കിട്ടുന്നത് ഇപ്പം ഇവിടെ തുടക്കത്തിൽ ഞാൻ പാലക്കാട്ടേക്ക് മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ആദ്യത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്താണ്, വരുത്തനാണ്, എത്ര ദൂരെയാണ്, ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇല്ലാത്ത പിന്നെ തെക്കൻ എന്നുള്ള വിളി, അതൊക്കെ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പറയുന്ന അധിക്ഷേപങ്ങളുണ്ട്. അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്കെതിരെ എന്തൊക്കെയാ പറഞ്ഞേ, കള്ളപ്പണക്കാരൻ വരെ ആക്കിയില്ലേ. കള്ളപ്പണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാജ്യദ്രോഹ കുറ്റമുള്ളൊരു കേസല്ലേ. നിങ്ങൾക്ക് ആ ബാഗ് ഒരു 40 ലക്ഷം രൂപ വെച്ചിട്ട് അത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിച്ചു തരാമോ? ഞാൻ വെല്ലുവിളിക്കുവാണ്. കാരണം ഞാൻ 17 കൊല്ലം LIC-യിൽ ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്, അറിയോ? 17 കൊല്ലം കൊട്ടാരക്കര ബ്രാഞ്ച് LIC ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ചായ ഒരു ബ്രാഞ്ചിലെ ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അതിനകത്തൊരു 40 ലക്ഷം രൂപ വെച്ച് ഇത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിക്കാൻ പറ്റും? എന്നോട് ആ ചർച്ച വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞൊരു പോയിന്റ് അമ്മ. അപ്പൊ ഈ ഫെന്നിങ്ങനെ ഇത് ഉരുട്ടിക്കൊണ്ട് പോകുന്ന ഒരു ഈസിനെസ് ഉണ്ടല്ലോ. അപ്പൊ അമ്മ ക്യാഷിലായിരുന്നു. അപ്പൊ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ അത് പറഞ്ഞില്ല. അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരോട് പറയണം ഈ ഡമ്മിയൊക്കെ വെച്ചല്ലോ, അത്രയും വെയിറ്റ് ഈ ഇപ്പൊ ആ പെട്ടിക്കകത്ത് താങ്ങുന്ന നോട്ടിന്റെ വെയിറ്റ് ഒന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് കറക്കി കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊന്ന് അവരോടൊന്ന് കാണിക്കാൻ പറഞ്ഞു. ബാക്കിയെല്ലാം ഇങ്ങനെ ഡെമ്മി ചെയ്തല്ലോ എന്ന് പറയും. അപ്പോൾ ക്യാഷിൽ നിന്ന് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ആരോപണം ഉണ്ടായി. അപ്പോൾ ആ ആരോപണമൊക്കെ വരുമ്പം ഇതൊരു തുടക്കക്കാരൻ നല്ല സ്വാഭാവികമായിട്ട് നമുക്ക് ചില പിന്നെ പതർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. പക്ഷെ അപ്പോഴൊക്കെ രാവിലെ നിങ്ങളാണ് രാവിലെ കാണുന്നത്, നിങ്ങളെല്ലാം വന്ന് ഈ ചോദ്യങ്ങളാണ് ചോദിച്ചത്. നിങ്ങളാരും കുറ്റം പറയല്ലോ, നിങ്ങൾ ഈ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് തന്നെ ഇതൊക്കെയാണോ ആളുകൾ ചിന്തിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, ഇതൊരു കൺസേൺ ആകുമോ എന്ന് കരുതിയിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് മൈക്കിന്റെയും ഫ്രെയിമിന്റെയും മുന്നിൽ നിന്ന് മാറിയിട്ട് ആദ്യം കാണുന്ന പാലക്കാടുകാരൻ തരുന്നൊരു സ്നേഹമുണ്ട്. ഈ ട്രോളി വിവാദം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ഇവിടെ ഒരു ചായക്കടയിൽ പോയി. അപ്പൊ ഇങ്ങനെ ചായക്കടയുടെ ബില്ല് കൊടുക്കാൻ നേരം അപ്പം അവരിങ്ങനെ തമാശയായിട്ട് പറയാം, ട്രോളിന്ന് നമ്മുടെ കൂടെ പൈസ കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞ് അത്ര ലൈറ്റായി തമാശയായിട്ട് അവരെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ സ്നേഹമാണ് പാലക്കാടുകാരുടെ. അതിന് ലൈഫ് ലോങ് ഒരു പാലക്കാടുകാരനായി ഇവിടെ നിന്നുകൊണ്ട് അതിന്റെ ഒരു കടം വീട്ടുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം എനിക്ക്. മറ്റൊരു പ്രധാന വിവാദമായിരുന്നു ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അത് ഇപ്പൊ ഇന്ന് ഞാൻ അദ്ദേഹത്തിന് കൈ കൊടുത്തു. ഇന്ന് അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനും അദ്ദേഹവും തമ്മിൽ കാണുന്ന ആദ്യത്തെ കൂടിക്കാഴ്ച റിസൾട്ടൊക്കെ വന്നതിന് ശേഷം റിസൾട്ടൊക്കെ വന്നതിന് ശേഷം അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കാണുന്നു, അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, അദ്ദേഹം ഷെയ്ക്ക് ഹാൻഡ് തന്നു, അതവിടെ അവസാനിച്ചു. ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗിലായിരുന്നില്ല ഷെയ്ക്ക് ഹാൻഡ് ശ്രമം. അത് മാധ്യമങ്ങളെ കൂട്ടിയിട്ടുള്ളൊരു ശ്രമമാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അതൊരു മാത്രമല്ല, നമ്മളൊരു ഇലക്ഷൻ ഫേസിൽ ഞാൻ അടിസ്ഥാന കോൺഗ്രസ് പ്രവർത്തകനാണ്. ആ പ്രവർത്തകരുടെ വികാരം ഞാൻ മാനിക്കട്ടെ. ഫ്രിഡ്ജോ ഇനി MLA-ക്ക് ആരൊക്കെ എന്തൊക്കെ വാങ്ങിച്ചു പറയാനില്ല. അയാൾക്ക് കിട്ടുന്നതിൽ ഒരു അംശം എനിക്ക് തന്നാൽ മതി. ഫ്രിഡ്ജോ മിക്സിയോ എന്തൊക്കെ എന്തായാലും സ്വന്തമായിട്ടൊരു വീടായാലേ പാലക്കാട്ടുകാരനായല്ലോ. എല്ലാ പാലക്കാട് ജനങ്ങളൊക്കെ കൂടിയിട്ട് പാലക്കാട്ടുകാരനാക്കിയല്ലോ. വളരെ സന്തോഷം. അതാ അദ്ദേഹം ഷാഫിയെ പോലെ ജനപ്രിയനായിട്ട് ഈ പാലക്കാടിനെ സേവിക്കണം. അതിലും വലിയ അവിടെ ഉണ്ടായിരുന്നോ? സോറി, കാണാതെ പറഞ്ഞു പോയതാ. എന്തായാലേ എല്ലാ പുകമറകളും വിവാദങ്ങളും അവസാനിച്ച് ഒരു ക്ലീൻ സ്ലേറ്റിൽ പാലക്കാട് രാഷ്ട്രീയം തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ വിവാദങ്ങളൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനുണ്ടാക്കി വ്യക്തിഹത്യ നടത്തി അതൊന്നും സമൂഹത്തിൽ ഭിന്നത നടത്തി അതൊന്നും ഞങ്ങളുടെ നയമല്ല. അപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹം ഇവിടെ പാലക്കാട്ടുകാരുടെ സൗഹൃദവും സ്നേഹവും സന്തോഷവും നന്മയും തുടരണമെന്നാണ്. അതിന് പറ്റിയ ഒരു MLA ആയിരിക്കും, ജനപ്രതിയായിരിക്കും രാഹുൽ എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം, എല്ലാ പിന്തുണയും ഉണ്ടാകണം.
താങ്ക് യു.